ഈ ആയത്തിൽ എന്താ അല്ലാഹു പറയുന്നത്? വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളെ പോറ്റിക്കൊണ്ടിരിക്കുന്ന റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും. അതിന് കാരണമാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അത് പെട്ടെന്ന് തന്നെ ആവണം. എന്നാൽ നിങ്ങൾ കിട്ടാൻ പോകുന്നത് ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു, ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗ്ഗമാണ്. സ്വർഗത്തിന്റെ വീതി ആകാശഭൂമിന്റെ വിശാലതയാണ്. അപ്പൊ നീളം എത്രയായിരിക്കും? എന്താണ് സ്വർഗം എന്ന് പറയുന്നത്? ആകെ 2 സ്ഥലമേ ഉള്ളൂ, സ്വർഗം നരകം. മൂന്നാമത്തെ ഒരു സ്ഥലമില്ല. അല്ലാഹു തആല സുഖലോക സ്വർഗത്തിൽ നമ്മളൊക്കെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. ഇതാണ് എല്ലാവരെയും കുഴക്കിയത്. ചില ഉമ്മമാരൊക്കെ സഹോദരിമാരൊക്കെ പാതിരാ സമയത്ത് കിടന്നുറങ്ങാതെ ഉറക്കമൊഴിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ചില ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഉറങ്ങാത്തത്? അപ്പാ ഉമ്മ പറഞ്ഞത്, കൈഫാത്തനാമുൽ ഐനു വഹിയ ഖരീറതു വലം തദ്രി ഫീ അയ്യിൽ മഹല്ലൈനി തൻസിലൂ. എങ്ങനെ ഉറക്കം വരും? ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ളത് സ്വർഗമാണോ നരകമാണോ? ഇത് തീരുമാനമാകാതെ കണ്ണിനിക്ക് എങ്ങനെ ഉറക്കം വരും, സ്വസ്ഥമായി എങ്ങനെ ഉറങ്ങാൻ കഴിയുമെന്ന് ആ ഉമ്മ പറഞ്ഞെങ്കിൽ മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയ പലരെയും ബേജാറിലാക്കിയത് ഇത് തന്നെയാണ്, ഈ ചിന്തയാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ സജ്ജനങ്ങൾക്ക് കിട്ടാനുള്ളത് സുഖലോക സ്വർഗമാണ്, ദുർജനങ്ങൾക്ക് ലഭിക്കാനുള്ളത് നരകമാണ്. ഈ സ്വർഗമാണോ നരകമാണോ കിട്ടുന്നത്? നമുക്ക് ഏതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതെന്ന് തീരുമാനമാകാതെ എങ്ങനെ സ്വസ്ഥമായി ജീവിക്കും? ഇതല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ 1ാമത്തെ ഖലീഫയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും കരയാറുണ്ടായിരുന്നു. ഫീ ഖദ്ദി സിദ്ദീഖിൻ മിനൽ ഖുലഫാഇ ഖത്താനി അസ്വദാനി മിൻ ബുകായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കവളത്തിലൂടെ 2 വരയുണ്ടായിരുന്നു. എന്തിന്റെ പേരിൽ? കരഞ്ഞ് കരഞ്ഞ് എപ്പോഴും കരച്ചിലാണ്. അപ്പയല്ലേ കവളത്തിലൂടെ 2 വരയുണ്ടാകുന്നത്. എല്ലാ സമയത്തും കരയലാണ്. പലപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, അൽ മൗത്ത് ബാബും വ കുല്ലുന്നാസി ദാഖിലുഹു യാ ലൈത ശിഅരിയ ബഅദൽ മൗതി മദ്ദാറു. മരണമെന്നത് ഒരു കവാടമാണ്, സത്യമായ കവാടമാണ്. എല്ലാ ആളുകളും അതിലൂടെ കടക്കേണ്ടി വരും, ഒരു കാര്യം ഉറപ്പാണ്. പക്ഷെ എന്നെ ബേജാറാക്കുന്നത്, എന്നെ വിഷമിപ്പിക്കുന്നത്, യാ ലൈത ശിഅരിയ ബഅദൽ മൗതി മദ്ദാറു. മരണശേഷം എനിക്ക് കിടക്കാനുള്ളത്, എനിക്ക് കടക്കേണ്ടത് സ്വർഗമാണോ നരകമാണോ എന്ന് എനിക്കറിയില്ല. അതാണ് എന്നെ വിഷമിപ്പിക്കുന്നത് എന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ട് കരയുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.